തമിഴ്നാടിലെ മുഖ്യമന്ത്രിയും DMK രാഷ്ട്രീയ നേതാവും ഒരു നിരീശ്വരവാദിയും ആയി അറിയപ്പെടുന്ന കരുണാനിധിയോട് ഒരിക്കൽ പത്രക്കാർ ഒരു ചോദ്യം ചോദിച്ചു. And to Karunanidhi, the former chief minister of Tamil Nadu and the chief of the DMK government, the news people, the reporters posed a question. ഒരുപാട് മതങ്ങളുണ്ട്, ഒരുപാട് പേരിൽ ദൈവങ്ങളെ ജനങ്ങൾ ആരാധിക്കുന്നുണ്ട്. ആരാണ് ദൈവം? ഏതാണ് ദൈവം? There are a lot of religions and people worship different gods. Who is the true God? Which is God? താൻ അതിന് കൊടുത്തൊരു മറുപടി, ഈ മൂക്കിലെ ശ്വാസം താഴേക്ക് വിട്ട ശേഷം വീണ്ടും എടുക്കുവാൻ ആർക്ക് കഴിയുന്നുവോ അവനാണ് ദൈവം. The reply extended by him was that a person who enables the breath from the nostrils that goes down for it to be brought back inside the nostrils yet again, that person is the God. നമ്മളെല്ലാവരും മനുഷ്യരാണ്. നാം ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഏറ്റൊടുവിലാണ് നാം വിശ്വസിക്കും, പിന്നീട് നമുക്ക് വിശ്വസിക്കാൻ കഴിയാതെയാകും, മണ്ണോട് ചേരും. All of us are humans. We inhale, we exhale. It's a cyclic process. But for the final time, we will exhale, and we won't be able to inhale for another time. എന്നാൽ നമ്മുടെ ക്രിസ്തുവോ, അവൻ പാപികൾക്ക് വേണ്ടി മരിച്ചു, തന്റെ അന്ത്യശ്വാസം അതിനുവേണ്ടി ചെലവഴിച്ചു. എന്നാൽ മൂന്നാം ദിവസം ആ ഉച്ഛ്വസിച്ച വായുവിനെ അവൻ വീഴ്ച ശ്വസിച്ചു, ഇന്നും എന്നേക്കും ജീവിച്ചിരിക്കുന്നു. But our Christ, he died for the sinners and he exhaled. But on the third day, he rose up again and he inhaled that last breath that he brought out. And even today, he is alive for the sinners. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവമായിരിക്കാൻ കഴിയുന്ന നിരീശ്വരവാദിയായ ആ വ്യക്തി പരോക്ഷമായി പറയുകയായി. And that atheist minister proclaimed in public that only such a person can be deemed as God.